കാർട്ടക്കിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് കാത്തിരിക്കുന്നു. എവിടെ? കഴക്കൂട്ടം. ഇവിടെ എങ്ങനെ വന്നു? സ്കൂട്ടിയിൽ നമ്മൾ എൻ്റെ സ്കൂട്ടറിനെ ഒറ്റയ്ക്ക് നിർത്തി. ഇവിടെ സ്കൂട്ടിയിലാണ് നമ്മൾ വന്നത്. സ്കൂട്ടി നമ്മൾ കഴക്കൂട്ടത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കഴക്കൂട്ടത്ത് നിന്ന് ബസ് കയറി പാറ്റൂർ ഇറങ്ങി. അങ്ങനെ നമ്മൾ അത്ര യാത്ര ചെയ്താണ് ലോക സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന വഴിയിൽ വിശക്കുന്നു, അതുകൊണ്ട് ലേസും ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട്. ഷുഗർ കട്ടാണ് ഞാൻ, പക്ഷേ ഇതിപ്പോൾ വിശക്കുന്നുണ്ട് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സും കാത്ത് കഴക്കൂട്ടത്ത് നിൽക്കുവാണ്. അതാണ് ബസ് സ്റ്റോപ്പ്. അവിടെ പോയി നിൽക്കാൻ പോവുകയാണ് ഞങ്ങൾ. അവിടെ ബസ് വന്ന് ഇറങ്ങും. അപ്പം ഞങ്ങൾ ഡോർ തുറക്കും, എന്നിട്ട് ഞങ്ങൾ കയറും, എന്നിട്ട് ഞങ്ങൾ ഇരിക്കും. അങ്ങനെ നമ്മൾ ലോക സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ വഴിയെ കാണുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി പാറ്റൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ മാർട്ടക്ക് എത്തും. നീജയും കൂടെ വരണം. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. സെൻട്രൽ മോൾ. ഈ സെൻട്രൽ മോളിലാണ് ആർടെക് സിനിമാസ് ഉള്ളത്. 1:02 സമയം കൂടെ 1:02 1 മണിക്ക് സിനിമ തുടങ്ങും എന്ന് പറഞ്ഞിട്ടും ഇത്രയും ലേറ്റ്, എത്ര ബസ് പോയി. അങ്ങനെ നമ്മൾ ആർടെക്കിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ആർടെക്കിലോട്ട് പോകാനാണ് ഗൈസ്. വീട് എത്തിയിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ കയറുവാണ് ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? സൂപ്പർ. സിനിമ എങ്ങനെയുണ്ട്? ലക്ഷ്മി ചേച്ചി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ സിനിമയെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സിനിമ? സൂപ്പർ സിനിമയായിരുന്നു. എനിക്കിനി അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് കാണണം. നല്ല സിനിമ, കൊള്ളാം, സൂപ്പർ. ഒരു മാറവൻ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സിനിമ ഇറക്കുന്നത് പോലുള്ള അത്തരത്തിലുള്ള ഒരു സിനിമ. അടുത്തത് കാണാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഫീല് തരുന്ന സിനിമയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സീൻ കാണിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലേ, ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് അടുത്തൊരു സീനിലോട്ട് പോകും. അതല്ലേ അങ്ങനെയുള്ള കളറിങ് എഫക്റ്റുകൾ എല്ലായിരുന്നാലും പറയണം. നമ്മൾക്ക് വേറെ ഏതോ കൺട്രിയിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ പോലെ നമുക്ക് തോന്നും. ഞാൻ ഒരു വട്ടം ചിന്തിച്ചു പോയി, ഇന്ത്യയിൽ തന്നെ ഷൂട്ട് ചെയ്തൊരു ഫിലിമാണോ ഇല്ലേ? കുറച്ച് സമയം നമ്മളത് ചിന്തിച്ചില്ലേ. ഇപ്പോൾ നല്ലൊരു സിനിമയാണ്. എല്ലാവരും പോയി മസ്റ്റ് വാച്ച് ഫിലിമാണ്. എല്ലാവരും പോയി കാണണം. ഓക്കെ. അങ്ങനെ ഗായ്സ് നമ്മൾ സിനിമ കണ്ടതിന് ശേഷം പോയി വന്നിരിക്കുകയാണ് ബിരിയാണി കഴിക്കാൻ. ബിരിയാണിയാണോ മറ്റെന്തെങ്കിലും കഴിക്കുമോ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇത് നമ്മുടെ പാളയം പള്ളി, ഇത് നമ്മുടെ മുസ്ലിം പള്ളി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ നമ്മൾ പാളയത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്.
നമ്മൾ ടിയാൻകോയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ചിക്കൻ 65 ബിരിയാണി എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. നിനക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ഉണ്ടോ? എനിക്കൊരു ഫേവറേറ്റും ഇല്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ 65 ബിരിയാണിയും ഷവായിയും ലൈമും. അങ്ങനെ ഓർഡർ ചെയ്ത സാധനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 4 മണി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. എല്ലാം ലോക സിനിമയ്ക്ക് വേണ്ടിയിട്ട്. വാഴയിലയിലാണ് ഗൈസ് നമുക്ക് ബിരിയാണി ഇവിടെ വിളമ്പുന്നത്. ഇങ്ങനെ ഇല തുറന്നു, സാലഡ് വെച്ചു. 65ന്റെ ഉടമ 65 ബിരിയാണി വാങ്ങിച്ചിരിക്കുന്നു. ലക്ഷ്മി ചേച്ചിയുടെ ചിക്കൻ 65 എന്ന് ഞങ്ങൾ 65 എടുത്തിരിക്കുന്നു ഗൈസ്. മുട്ടയുണ്ട്, പപ്പടമുണ്ട്, സാലഡുണ്ട്, നല്ല ചൂടുമുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാ. ഇത് ഷവായി എത്തിയിട്ടുണ്ട് ഗൈസ്. നോക്കണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾ വാങ്ങിയതാണ്. അങ്ങനെ ഓർഡർ ചെയ്ത് ലൈമും കൂടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. നമസ്കാരം. താഴെ നോക്കൂ, താമര. താമരക്കുളം ഗൈസ്. താമരയുടെ ആർട്ടാണിത്. ഞാനിത് കണ്ടിട്ടില്ല. ഇത് എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നാളെ മുമ്പ് വന്നപ്പോൾ ഇപ്പൊ ഉണ്ടാക്കിയതായിരിക്കാം. നമുക്ക് പോയി ഒന്ന് തൊട്ട് നോക്കാം. അവിടെ നോക്കൂ ഗൈസ്, മാർഗം കളിക്കാരും ഡാൻസുകാരും മോഹിനിയാട്ടക്കാരും എല്ലാവരും ഉണ്ട്. ഇവരുടെ ഡാൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് ഇതപ്പോൾ സെറ്റപ്പ് ആയിരിക്കും. പോയി തൊട്ട് നോക്കാം. ഇല്ല, കണ്ടാ പറയത്തില്ല ഗൈസ്. നല്ലൊരു സെറ്റാണിത് അല്ലേ? ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടോ നീജി? സിനിമയ്ക്ക് വേണ്ടിയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ സ്ഥലം. തൊട്ട് നോക്കിയപ്പോൾ മരക്കഷ്ണം അല്ലേ, പ്ലൈവുഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. എനിക്കൊന്ന് ഓണമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി ഇതൊരു സേവ് ദ ഡേറ്റ് ഒക്കെ ചേച്ചി സേവ് ദ ഡേറ്റ് ഒക്കെ നടത്താൻ വേണ്ടി പറ്റിയൊരു സ്ഥലം അല്ലേ?
ഓണാഘോഷം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ പോലീസും കുറേ MLA-മാരും ഒക്കെയുള്ള തിരക്കാണ്. കാരണം മുഖ്യമന്ത്രി വരുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സ്പോട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. ആ നടന്നു പോകുന്നതാണ്, ആ ബാക്കിൽ കൂടി നടന്നു പോകുന്നതാണ് കിടിലം ഫിറോ. അങ്ങനെ ധനലക്ഷ്മി ജോളി ഗെയിംസിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. ഓരോ ബോളായിട്ട് താഴോട്ട് കിട്ടുന്നു. 6 പ്രാവശ്യം ഇട്ടാൽ 6 × 6 36 എല്ലാ സമ്മാനം കിട്ടുന്നു. അല്ല 6-ൽ 5 പ്രാവശ്യം ഇട്ട് ഒരു 5 ഇട്ടാൽ 2ാം സമ്മാനമായ ഹോം തിയേറ്റർ കിട്ടുന്നു. ഇല്ല എങ്കിൽ മൊത്തം സംഖ്യകൾ ആഡ് ചെയ്തിട്ട് ഏറ്റവും ലിസ്റ്റ് പോയിന്റ് 18 മുതൽ മേപ്പോട്ട് 36 വരെ സമ്മാനമുണ്ട്. സമ്മാനം ഉറപ്പുള്ള ഗെയിമാണ്. ഒരു ഗെയിം 50 രൂപ. ആര്? രശ്മി ചേച്ചി, ധനലക്ഷ്മി ഗെയിംസ്, ഫാമിലി ഗെയിംസ്. ഏവർക്ക് സ്വാഗതം. രശ്മി ചേച്ചി കയറുവാണ് ഗൈസ് രംഗത്ത്. 50 രൂപ മുടക്കി ഇല്ല, എപ്പോഴും ഗെയിം കളിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് എഴുതിയിടാം. കമ്പിയുടെ താഴെ കൂടെ വേണമെങ്കിൽ ഇടാം. കമ്പിയുടെ താഴെ കൂടെ വേണമെങ്കിൽ ഇടാം. എത്തിയില്ലെങ്കിൽ അങ്ങനെ ഇടാം. അപ്പൊ ഇത് എല്ലാം 6-ന് വീഴണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരെണ്ണം 5-ന് പോയാ ഫുള്ള് കൂട്ടിയിട്ട് പറയും. ഫുള്ള് ആഡ് ചെയ്തിട്ട് ഇന്ന് കുട്ട കിട്ടും ചേച്ചിക്ക്. ഇന്ന് കുട്ടയെ കൊണ്ട് വീട്ടിൽ പോവാം. ആ പോയിന്റ് 11, 2, 13. ഇനി 5 പോയിന്റ് വേണം. 5 പോയിന്റ് ഉണ്ടെങ്കിൽ സമ്മാനമുള്ളൂ. 5 പോയിന്റ് വേണം. കയ്യിൽ 3 ബോളില്ലേ? ചേച്ചി 5-ൽ 6-ൽ തന്നെ പിടി. 3 വേണ്ട. അല്ല, അവിടെ ഇട്ടാ ചടിഞ്ഞു പോട്ടോ. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്. 2 ബോൾ. ചേച്ചി ഒന്ന് പിടിക്കല്ലേ. 6-ൽ പിടി. 6 8, 9, 9, 6, 15, 15 ഒന്നും 16 തന്നെ 18. ഞാൻ പറഞ്ഞ രൂപ കൊടുത്ത് 10 രൂപയുടെ കുട്ട വെച്ചിരിക്കുകയാണ് ഗൈസ്. സമ്മാനത്തുക കുട്ട, സമ്മാനത്തുക കുട്ട ഒന്നും കൊടുത്തിട്ടുണ്ട്. ഓണത്താർ കളി കണ്ടിരിക്കുന്നു ഗൈസ്. മണ്ണിലേ വരികയോ മിന്നൽ കൊടിയേ മണ്ണിലേ വരികയോ മിന്നൽ കൊടിയേ Thank you.
പോലീസ് സെക്യൂരിറ്റിയിൽ നമ്മൾ ക്രോസ് ചെയ്തു. അങ്ങനെ അവിടുത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി സ്റ്റുഡിയോയിലോട്ട് പോവാണ്. അങ്ങനെ സ്റ്റാച്ചു ഇറങ്ങി ഇനി കുറച്ചും കൂടി നടന്ന സ്റ്റുഡിയോ എത്തും. സ്റ്റുഡിയോയിൽ എന്തിനാണ് പോണത്? നമ്മൾ എ സി കൊള്ളാനോ അല്ല, നീതിക്ക് വേണ്ടി കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയാണ് ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോകുന്നത്. ബാക്കി കാഴ്ചകൾ പിന്നെ കാണാം. പെട്ടുപോയി ഗൈസ്, ക്രോസ് ചെയ്യാൻ വേണ്ടി നീതിക്ക് ഓടാൻ സാധിച്ചില്ല, അതുകൊണ്ട് വരികയാണ്. സ്റ്റുഡിയോ ഗൈസ്, സ്റ്റുഡിയോയിൽ ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി തിരിച്ചു വന്നിരിക്കുവാണ്. ഇനി നമ്മൾ തിരിച്ചതാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല രസമുണ്ട്, ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല സൂപ്പറാണ് ഇവിടെ കാണാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.